ഞാനൊരു കഥ പറയാം. പാമ്പിന്റെയും തവളയുടെയും നല്ല രസകരമായ ഒരു കഥ. പണ്ട് താമരകൾ നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഒരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ നിറയെ തവളകൾ താമസിച്ചിരുന്നു. അവർക്കൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ തവള രാജാവിന്റെ പേരാണ് മണ്ടൂകൻ. ആ തടാകക്കരയിലെ മരത്തിൽ സൂത്രശാലിയായ ഒരു പാമ്പും ജീവിച്ചിരുന്നു. അവൻ ആ മരത്തിന്റെ മുകളിലിരുന്ന് തവളകളെ എപ്പോഴും നോക്കുമായിരുന്നു. നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? പാവം പാമ്പിനുണ്ടോ തവളകളെ പിടിക്കാൻ കഴിയുന്നു? അങ്ങനെ ഇരിക്കെ തവളകളെ പിടിക്കാൻ അവനൊരു വഴി ആലോചിച്ചു. അടുത്ത ദിവസം അവൻ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് തടാകത്തിനടുത്തേക്ക് പോയി. പാമ്പിനെ കണ്ട ഉടൻ തവളകൾ പേടിച്ചോടുവാൻ തുടങ്ങി. എന്നാൽ ധീരനായ മണ്ടൂകൻ പാമ്പിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. ആരാ? എന്താ? സുഹൃത്തേ, ഞാൻ നിങ്ങളെ ഭക്ഷിക്കാൻ വന്നതല്ല, ഒരു സഹായം ചോദിച്ചു വന്നതാ. സഹായമോ? എന്ത് സഹായം? പണ്ട് ഞാനൊരു ബ്രാഹ്മണന്റെ മകനെ കടിച്ചു കൊന്നു. അതിൽ കുപിതനായ ബ്രാഹ്മണൻ നീ ഇര പിടിക്കാൻ കഴിയാതെ അവശനായി തീരുവാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനോട് ശാപമോക്ഷത്തിനായി കരഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നീ ഭക്ഷണമാക്കിയ തവളകളെ ചുമലിലേറ്റി നടക്കണം. അതാണ് ഞാൻ നിങ്ങളെ തേടി എത്തിയത്. ആ, ഒരുപാട് നാള് ഞങ്ങളെ ഉപദ്രവിച്ചതല്ലേ? ഇനി കുറച്ച് ചുമന്നോ. ഓരോ ദിവസം ഓരോരുത്തരെയായി അടുത്തുള്ള തടാകത്തിൽ എത്തിച്ചാ മതി. മണ്ടൂകരാജന്റെ കൽപ്പന അനുസരിച്ച് അടുത്ത ദിവസം ഒരു തവളയുമായി പാമ്പ് യാത്ര ആരംഭിച്ചു. അതിനടുത്ത ദിവസം മറ്റൊരു തവളയുമായി പാമ്പ് യാത്രയായി. അവൻ ഓരോരോ തവളകളെയും കൊണ്ടുപോയി. മണ്ടൂകന്റെ കൂടെ ഉണ്ടായിരുന്ന അവസാനത്തെ തവളയെയും അവൻ കൊണ്ടുപോയി. ഒടുവിൽ മണ്ടൂകന്റെ ഊഴമെത്തി. അവൻ മണ്ടൂകന്റെ അടുത്തേക്ക് ചെന്നു. എന്താ ചങ്ങാതി, മറ്റുള്ളവർക്കെല്ലാം സുഖം തന്നെയല്ലേ? എല്ലാവർക്കും പരമസുഖം. ആ ദുഷ്ടൻ കൊണ്ടുപോയ എല്ലാ തവളകളെയും തിന്നു കഴിഞ്ഞിരുന്നു. ഇതൊന്നും അറിയാതെ പാവം മണ്ടൂകരാജൻ പാമ്പിന്റെ കൂടെ ചെന്നു. അങ്ങനെ അവൻ മണ്ടൂകരാജനെയും അകത്താക്കി. ഒടുവിൽ മണ്ടൂകരാജന്റെ കിരീടം മാത്രം ബാക്കിയായി. ആ തടാകത്തിലെ തവളകളെ മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത തടാകം തേടി യാത്ര ആരംഭിച്ചു. പാവം മണ്ടൂകരാജൻ അല്ലേ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ശത്രുക്കളുടെ വാക്ക് വിശ്വസിക്കരുത്. അതെ, ശത്രുക്കളുടെ പെട്ടെന്നുള്ള വിനയവും സ്നേഹവും അവരുടെ സ്വാർത്ഥ കാര്യലാഭത്തിനായിരിക്കും. അതുകൊണ്ട് ശത്രുക്കളെ എപ്പോഴും സൂക്ഷിക്കൂ.